വിശ്വാസികളെ ഒരിക്കലും നിരാശപ്പെടേണ്ട. ഇസ്ലാമിലെ ഓരോ ഇബാദത്തുകളെ കുറിച്ചും പറയുന്നു, ആ ഇബാദത്തുകൾ നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും വലിയ പ്രതീക്ഷയില്ല. 5 നേരത്തെ നിസ്കാരങ്ങളെ കുറിച്ച് പറയുന്നു, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണേ. പകലിന്റെ 2 അറ്റത്തോ രാത്രിയുടെ ഉള്ളുകളിൽ 5 നേരത്തെ നിസ്കാരങ്ങളെ നിങ്ങളെ കൃത്യമായി നിർവഹിക്കണേ. ഇന്നൽ ഹസനാത്ത്, തീർച്ചയായും നന്മകളോ. നിസ്കാരം പോലെയുള്ള സൽക്കർമ്മങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നു, യുദ്ഹിബുന സയ്യിആത്ത്, അത് തിന്മകളെ മായ്ച്ചു കളയുന്നതാ. കേൾക്കണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ഒരു സഹോദരൻ ഓടി വരികയാണ്. പരിശുദ്ധ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസബതു ഹദ്ദാ, ഞാൻ വലിയ ഒരു തെറ്റ് ചെയ്തു പോയി, അതിന്റെ ശിക്ഷ ഞാൻ എത്തിച്ചിട്ടുണ്ട് പ്രവാചകരെ. ഫഅഖിംഹു അലയ്യാ, എന്നെ അത് നടപ്പിലാക്കണം, പടച്ച റബ്ബിന്റെ കോടതിയിൽ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടോ. അഥവാ ആ മനുഷ്യന്റെ വ്യഭിചാരത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചുവോ, വ്യഭിചാരത്തിന്റെ മുഖദ്ദിമാത്തുകൾ സംഭവിച്ചുവോ എന്നുള്ള ഭയപ്പാടോടുകൂടി പരിശുദ്ധ റസൂലിന്റെ സവിധത്തിൽ വന്ന് സങ്കടം പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിന്റെ സമയമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വന്നിട്ട്, പ്രിയപ്പെട്ടവരെ, ഇമാമായി നിസ്കരിക്കുകയാ. നിസ്കാരത്തിന്റെ സമയമായി പ്രവാചകൻ നിസ്കാരത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോ അതിന്റെ പുറകിൽ നിന്നിട്ട് ഈ തെറ്റ് ചെയ്ത് പരാതി പറയാതെ കടന്നു വന്ന സഹോദരനും മഅ്മൂമായി നിസ്കരിക്കുകയാ. നിസ്കാരം കഴിഞ്ഞ് തിരക്കൊഴിഞ്ഞപ്പോ വീണ്ടും പ്രതീക്ഷയോടാ മനുഷ്യൻ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വേദന ഒന്ന് കേൾക്കണേ. അസബതു ഹദ്ദാ, ഞാൻ ശിക്ഷ എത്തിച്ചിട്ടുണ്ട് പ്രവാചകരെ. ഫഅഖിംഹു അലയ്യാ, എന്നിൽ അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരികെ ചോദിച്ചത് എന്തെന്നറിയുമോ? ഹൽ ഹദർത മഅനാ അസ്സലാ, നീ ഞങ്ങളെ കൂടെ നിസ്കാരത്തിൽ പങ്കെടുത്തിരുന്നവോ? നിസ്കാരത്തിൽ ഞങ്ങളെ കൂടെ നീ ഹാജരായിരുന്നവോ? ആ സഹോദരൻ പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സമയമായപ്പോ അങ്ങ് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ മുന്നോട്ട് നിന്നപ്പോ ഞാനും പുറകിൽ നിന്നിട്ടൊരു മഅ്മൂമായിട്ടുണ്ട്. പുണ്യ റസൂല് പറയുന്നു, എന്നാൽ പേടിക്കണ്ട, അത് കാരണം അഖിമിസ്സലാ തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്. സഹോദരാ, അതുകൊണ്ട് വേദനിക്കണ്ട, വിഷമിക്കണ്ട. ഈ നിസ്കാരത്തിൽ കൃത്യത പുലർത്തിയില്ലേ, അതുകൊണ്ട് തന്നെ നിന്റെ പാപമല്ല പുറത്തു തന്നിട്ടുണ്ടോ? നീ വേദനിക്കണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അല്ലാഹു പാപങ്ങളൊക്കെ പുറത്തു തരുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. സാഹചര്യ തിന്മകൾ കടിമപ്പെട്ടു പോയിട്ടുണ്ടാകും. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ പ്രേരണകൾ കടിമപ്പെട്ടിട്ടോ മദ്യത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും. നിരാശപ്പെടേണ്ട കേട്ടോ. പ്രപഞ്ചത്തിന്റെ സത്താവിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ഒരുപക്ഷെ ജനങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ, അവരോട് മാപ്പ് ചോദിച്ചാൽ അവർ ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞ് തിരികെ പറഞ്ഞയച്ചെങ്കിലോ, ഇനി ഒരുപക്ഷെ ഔപചാരികൾക്ക് വേണ്ടി പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആ കറ നിലനിൽക്കുന്നുവെങ്കിലോ, ഇനി ഒരുപക്ഷെ കറയൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ടോ എന്നോ ഒരു ബുദ്ധിമോശം കൊണ്ടോ, പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ അടക്ക കട്ടെടുത്ത മനുഷ്യനാ, ആളുകളോട് പൊരുത്തം ചോദിച്ച് ഒരുപാട് തൗബ ചെയ്തിട്ട് ആളുകൾക്കിടയിൽ നല്ല മനുഷ്യനായി ജീവിച്ചാലും ആളുകൾ പിന്നെയും പറയും, അവൻ നല്ല മനുഷ്യനാണെങ്കിലും കുഞ്ഞുനാളിൽ അടക്ക കെട്ടവനാ എന്ന് പറയാറുണ്ട്. പടച്ച റബ്ബിലേക്ക് പ്രിയപ്പെട്ടവരെ തെറ്റ് ചെയ്തിട്ട് അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി വിളിച്ചാൽ അവരെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത് കേൾക്കണോ? അത്തായിബു കമല്ലാ ദംബ ലഹു, പശ്ചാത്തപിക്കുന്നവൻ പാപമില്ലാത്തതുപോലെയാ, പാപത്തെ അവന്റെ ഏടിൽ നിന്ന് മായ്ച്ചു കളയുന്നതാ. പ്രിയപ്പെട്ടവരെ, പിന്നെ പടച്ച റബ്ബ് അതിനെ കുറിച്ച് ചോദിക്കുന്നില്ല. ജനങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് അവർക്കിടയിലുള്ള തെറ്റുകുറ്റങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിലോ, പടച്ച റബ്ബ് അങ്ങനെയല്ല കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ,
എല്ലാ പാപങ്ങളും പുറത്തു തരുന്നതാണ്. സാഹചര്യങ്ങൾ കടിമപ്പെട്ട് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർത്തുപോകുന്നു. അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ജോലി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദിവസം പ്രിയപ്പെട്ടവരെ പള്ളിയിൽ വന്നിട്ട്, പള്ളിയിൽ പ്രിയപ്പെട്ടവരെ ഒരു വെള്ളിയാഴ്ച മദ്യപാനത്തെ കുറിച്ച് അന്ന് കേരളത്തിലെ ഗവൺമെന്റ് മദ്യനിരോധനത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നപ്പോ മദ്യനിരോധനത്തെ കുറിച്ച് പരിശുദ്ധ റസൂല് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അന്നേ ദിവസം വൈകുന്നേരം അഷ്റഫ് എന്ന ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ കോളേജ് ഡേ നടക്കുന്ന ഒരു ദിവസം, അഥവാ കോളേജിൽ യുവജനോത്സവം പോലെ ഒരു ദിവസം നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് എന്റെ കൂട്ടുകാർ എന്നിലേക്ക് മദ്യക്കുപ്പി വെച്ച് നീട്ടിയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ മദ്യം കഴിക്കാത്ത നല്ല മനുഷ്യനാണെന്ന്. പെൺകുട്ടികൾ പോലും എന്നെ കളിയാക്കാൻ തുടങ്ങി. നീയൊക്കെ ന്യൂ ജനറേഷനിലെ അംഗമാണോ എന്ന് ചോദിച്ച എന്നെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ കടന്നു വന്നപ്പോ അപമാന ഭാരത ഞാൻ അല്പം കഴിച്ചു പോയി. പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നി. ഇടയ്ക്കിടെ ഞാൻ കഴിക്കും. എനിക്കതിൽ നിന്ന് പിന്മാറണമെന്നുണ്ട്. പടച്ചിറപ്പ് എന്നോട് പൊറുക്കുമോ എന്ന് ചോദിച്ച ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞപ്പോ അവന്റെ കൈ പിടിച്ചിട്ട് പ്രിയപ്പെട്ടവരെ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, സഹോദരാ, ആരാണ് അല്ലാഹു എന്ന് നിനക്കറിയുമോ? അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഏതെങ്കിലും ആളുകളോടല്ല പറയുന്നത്. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അമിതമായി തെറ്റ് ചെയ്തു പോയ ആളുകളോടാ പ്രതീക്ഷ പറയുന്നത്. നീ തെറ്റ് ചെയ്തെങ്കിൽ പടച്ച റബ്ബിൽ നീ നിരാശപ്പെടണ്ട. അല്ലാഹു പറയുന്നത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ നിരാശപ്പെടണ്ട, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നീ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അല്ലാഹു പുറത്തു തരും എന്റെ സഹോദരാ, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ അവനോട് പരിശുദ്ധ ഖുർആനിന്റെ വചനം അവരെ കൊടുത്തപ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെ തേങ്ങി കരഞ്ഞിട്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്ന ആ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ടവരെ മദ്യത്തിൽ നിന്ന് പരിപൂർണമായി പിൻവാങ്ങിയിട്ട് ഇപ്പൊ പള്ളിയിലേക്ക് കൃത്യമായി ജമാഅത്തിന് വരുന്ന ചെറുപ്പക്കാരനാ. നല്ല താടി വെച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് വരുമ്പോ നല്ല തൊപ്പി വെക്കാറുണ്ട്. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരാശപ്പെടേണ്ടതില്ല. ഒരു